ഹായ് ഡിയേഴ്സ്, ഇന്ന് ലീവ് ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് പ്ലാൻ ഇട്ടപ്പോഴത്തേക്ക് ചേച്ചി ഇതേ പറന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇയാനട്ടനും വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോകാൻ പോവുകയാണ്. എങ്ങോട്ട് പോയാലും വേണ്ടില്ല, ഞങ്ങൾക്ക് കുറച്ച് വെള്ളത്തിൽ കളിക്കണം, അത്ര മാത്രമേ ഡിമാൻഡ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ നാരങ്ങത്തോടിലേക്കാണ് കേട്ടോ വെച്ച് പിടിച്ചത്. അതാകുമ്പോൾ തിരക്കും ഉണ്ടാവില്ല, വെള്ളത്തിൽ സുഖമായിട്ട് കളിക്കുകയും ചെയ്യാന്നുള്ള പ്ലാനിലാണ് അവിടെ എത്തിപ്പെട്ടത് കേട്ടോ. പോകുമ്പോഴേ ചെറിയൊരു മഴക്കാറുണ്ട്, അവിടെ എത്തിയപ്പോഴത്തേക്ക് കുറച്ച് കൂടുതലായി. അതിൻ്റെ അമാന്തിച്ച് നിൽക്കലാണ് ഈ കാണുന്നത് കേട്ടോ. എന്തായാലും നനയാന്ന് വിചാരിച്ച് വന്നതല്ലേ, അതുകൊണ്ട് മഴ പെയ്താൽ പ്രശ്നമില്ല വെച്ചിട്ട് എല്ലാവരും കയറുന്നുണ്ട് കേട്ടോ. പക്ഷേ ചെറിയ കുട്ടികളുള്ളതുകൊണ്ടാണ് പ്രശ്നം. ഞങ്ങൾ ഇറങ്ങി ചെല്ലുകയാണ്, അപ്പോഴേക്ക് കുറേ ടീമും കൂടെ കയറി പോരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒരുപാട് ടീമൊന്നുമില്ല, 2-3 ടീമായിട്ട് കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അത്ര മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് എന്തായാലും എവിടെ പോവുകയാണെങ്കിലും ബാക്ക് പാക്ക് നിർബന്ധമാണ്. കുട്ടികൾക്ക് തിന്നാനും കുടിക്കാനും പാമ്പേഴ്സുള്ള ഐറ്റംസൊക്കെ കൊണ്ടുപോകാനുള്ളതുകൊണ്ടാണ്. കുറേ റീൽസും വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ മഴക്കാർ കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് വെള്ളത്തിൽ ഇറങ്ങി കളിച്ച് വേഗം കൊണ്ട് കയറിയാൽ മതി എന്നായി. പക്ഷേ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നനഞ്ഞ കോഴിൻ്റെ ലുക്കാവും. അതുകൊണ്ട് അതിൻ്റെ മുന്നേ ഞങ്ങൾ എല്ലാ പരിപാടികളും തീർത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അച്ഛനും അമ്മയും വന്നിട്ട് ദയ്യാനട്ടനെ പിടിച്ച് സെറ്റായിട്ട് അവിടെ ഇരിക്കുകയാണ്, നാരങ്ങയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ മെല്ലെ വരുമ്പോഴേക്ക് തന്നെ ഏട്ടനും മിഗിയൊക്കെ എപ്പോഴോ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിട്ടോ. ജയശേട്ടനും ദുതിമോളൊക്കെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കുകയാണ്. ദുതിമോൾക്ക് വെള്ളത്തിലിറങ്ങാൻ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. മികയ്ക്കാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് കയറാനാണ് വലിയ പ്രയാസം. അരുണേട്ടൻ ആരെയും കാത്ത് നിൽക്കാതെ ഇറങ്ങി ഓടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും മഴ ശക്തിയായി. അരുണേട്ടൻ ആദ്യം തന്നെ കയറി കാറിൽ സ്ഥലം പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ജയശേട്ടന് ഞങ്ങളത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ടിട്ടുന്നുണ്ട്. ഓ അവിടെ പോയി ആ പറയുമെന്ന് ചാടി വരണേ ശരിക്കും. മഴ തകൃതിയായി പെയ്ത് തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ വേഗം കാറിലേക്ക് കയറി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ. പിന്നെ അതേ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. എല്ലാവരും മന്തിപ്രാന്തന്മാരായതുകൊണ്ട് മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാനും ഏട്ടനും ബട്ടർനാനും അൽഫാമാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്കും അത് തന്നെയാണ് കഴിച്ചത്. പിന്നെ ഈ ആണ്ടൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. സ്വന്തമായിട്ടൊരു ചെയറൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്. ബേബി ചെയറും ബേബി പ്ലേറ്റൊക്കെ കിട്ടിയതുകൊണ്ട് അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും. ഫുഡിൻ്റെ കാര്യത്തിൽ പിന്നെ അടിപൊളിയായിരുന്നു, നല്ല ഫുഡായിരുന്നു കേട്ടോ. അവിടെ അൽഫാമൊക്കെ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അതേ സ്പോട്ട് വരുന്നത് മുക്കത്തുള്ള മാച്ച് ഗ്രിൽ എന്നുള്ള ഒരു സ്പോട്ടിൽ നിന്നാണ് കേട്ടോ.